ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മലബാർ ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കിയാലോ? അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് മലബാറിലെ ഫേമസ് ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള ഉന്നക്കായ ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടാ. നേന്ത്രപ്പഴം എടുക്കുമ്പം നന്ന പഴുത്ത പഴം നോക്കി നിങ്ങൾ എടുക്കരുത് കേട്ടാ. എന്നാൽ ഒരു മീഡിയം ഒരു പഴുപ്പുള്ള ഒരു പഴം നോക്കി എടുക്കുക. കാരണം നല്ലോണം പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് ഇത് ഈ പഴത്തിനെ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുക. അപ്പൊ വേവിക്കുന്ന സമയത്ത് ഇത് നല്ലോണം ഇങ്ങനെ മഷി പോലെയായി പോകും. അപ്പൊ അത് പിന്നെ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല. പരത്തിയെടുത്തിട്ടാണ് അതിന്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടല്ലേ നമ്മൾ ഉന്നക്കായ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പരത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനകത്ത് കുറേ അരിപ്പൊടി ഇടേണ്ടി വരും. അപ്പൊ ആ ഉന്നക്കായന്റെ തനതായ ഒരു ടേസ്റ്റ് നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പഴുത്ത പഴം നോക്കിയെടുക്കുക. ഓവറായിട്ട് പഴുത്ത പഴം നോക്കിയെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോ ഞാനിവിടെ 4 പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 4-5 ഏലക്കായ എടുത്തിട്ട് ഉന്നക്കായയിലേക്ക് ഒരു ഫില്ലിങ് നമ്മൾ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ മുട്ടയും യൂസ് ചെയ്യാം. അപ്പൊ ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് നമ്മൾ പഴം വേവിക്കാൻ വെച്ച് അത് നമ്മൾ മാഷ് ചെയ്ത് എടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ചിലപ്പം അത് ഒരു കുഴഞ്ഞതുപോലെ ഫീൽ ചെയ്യും. ആ കുഴഞ്ഞതുപോലെ ഫീൽ ചെയ്യുമ്പം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ആ മാവിനെ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പഴം വേവിച്ചിട്ടാകുമ്പോൾ മാഷ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാവില്ല ഇത് തന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കണോ വേണ്ടിയോ എന്നിട്ടാ. അതുകൊണ്ട് കുറച്ച് അരിപ്പൊടി, ഇതിന്റെ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കുഴക്കുന്ന സമയത്ത് ആ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്യുക കേട്ടോ. ആ ഒരു പഴത്തിന് നല്ല ഇതായിട്ട് ബൈൻഡായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനകത്ത് ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ നെയ്യിലാണ് ഇത് ഫില്ലിങ് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഒരു 2-3 സ്പൂണ് നെയ്യ് വേണം. ഉന്നക്കായ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇൻ കേസ് വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ ഉന്നക്കായ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പഴത്തിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. നിങ്ങൾക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നവരും ഉണ്ട്. ഞാനിത് എനച്ചിൽ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് പഴം ഇട്ടിട്ട് വേവിക്കുന്ന സമയത്ത് ഈ പഴത്തിലേക്ക് നന്നായിട്ട് വെള്ളം കുടിച്ച് ഇങ്ങനെ ഭയങ്കര വെള്ളം പോലെ ഇരിക്കും. അപ്പോ അതുപോലെ അല്ലാണ്ട് നമുക്ക് അപ്പച്ചെമ്പില് എന്ന് വെച്ചാല് ഇഡലി പാത്രത്തിന്റെ തട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ആദ്യം തന്നെ അത് ചെയ്തെടുക്കാം. പഴത്തിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ പഴം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവി കയറ്റിയിട്ടാണ് ഞാൻ പഴം വേവിച്ചെടുക്കുന്നത്. നമുക്കിനി ഈ ഒരു തട്ട് അതിലേക്ക് താത്തു വെക്കുക. നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ച പഴം നമുക്ക് ഇതിൽ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞു പോയ പോലെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച എല്ലാ പഴവും ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ പഴം വേവിക്കാൻ വെച്ച് ഞാൻ തൊട്ടടുത്ത അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉന്നക്കായയിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് എടുത്തു വെച്ച മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഞാനിവിടെ തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ചില ആൾക്കാരെല്ലാം ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട ചേർത്ത് കൊടുക്കും. ഞാനിവിടെ മുട്ട ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. മുട്ട ചേർക്കാതെയുള്ള ഉന്നക്കായാണ്. നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് മുന്തിരിയും നന്നായിട്ട്
വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങ ഒന്ന് ചെറുതായിട്ട് വാടി അതിൻ്റെ ഒരു പച്ച ചൊയെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന തേങ്ങയുടെ അളവിനനുസരിച്ചിട്ട് മധുരവും നോക്കിയിട്ട് മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ട് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഏലക്കായ ഉണ്ടല്ലോ, അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഏലക്കായ എല്ലാം ഇടുന്ന സമയത്ത് ആഹാ എന്നാ മണം. അപ്പൊ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഈ ചില ആൾക്കാരെല്ലാം ഇതിലേക്ക് മുട്ട ഈ സമയത്താണ് മുട്ട ചേർത്ത് കൊടുക്കുന്നവർക്ക് ഈ സമയത്താണ് ഒരു മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെയും ഫില്ലിങ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നില്ല, കാരണം മുട്ട പൊട്ടിച്ചൊഴിച്ചതിന്റെ ടേസ്റ്റ് എനിക്ക് അത്ര പേഴ്സണലി ഇഷ്ടമല്ല. മലബാറിൽ ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. നിങ്ങൾക്ക് മുട്ട ഇട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചിക്കിയിട്ട് എടുക്കൂലേ, അതുപോലെ ചിക്കി എടുക്കുക. പൊടി പൊടി പോലെ ഇതിലേക്ക് ജോയിന്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മളെ പഴവും അവിടെ റെഡിയായി. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തണിഞ്ഞു വരട്ടെ. അതിനുശേഷം നമുക്ക് ഉന്നക്കായ തയ്യാറാക്കിയെടുക്കാം. നമ്മളിവിടെ പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട് കണ്ടാ. ഇങ്ങനെ പുഴുങ്ങിയെടുക്കുമ്പോൾ അതിലേക്ക് അധികം വെള്ളം കുടിക്കൂല കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ഉടച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇതിന്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം കണ്ടാ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതിന്റെ ഉള്ളിലത്തെ ഒരു ബ്ലാക്ക് കുരുവില്ലേ, അത് നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാണ്ടും ആക്കാം. റിമൂവ് ചെയ്താൽ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കണ്ടാ. ഈ ഒരു കുരു നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കണം. കത്തി എടുത്തിട്ട് ഈ രണ്ട് സൈഡിലേക്കൂടി ഒന്ന് വിടുവിച്ചാൽ നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ ഈ കുരു ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് ഇതുപോലെ മുഴുവൻ പഴവും ക്ലീൻ ചെയ്തെടുക്കാം കണ്ടോ. ഇതുപോലെ കിട്ടും. ഇത് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കുരുവിനെ അങ്ങോട്ട് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം റിമൂവ് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ എല്ലാ പഴത്തിൻ്റെതും നടുക്കത്തെ ആ കറുത്ത ഭാഗവും ആ നയര് പോലത്തെ ഭാഗങ്ങളും എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചൂടോട് കൂടിയിട്ട് നമുക്ക് ഇതിനൊന്ന് ഉടച്ചെടുക്കണം. നിങ്ങളെ കയ്യിൽ ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ മാഷർ ഉണ്ടെങ്കിൽ മാഷർ വെച്ചിട്ടോ ഒന്ന് തവീൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഞാനിതിന് ഒരു സ്പൂണ് വെച്ചിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കുന്നത് കണ്ട. ഇതുപോലെ നമുക്ക് എല്ലാ പഴത്തിനെയും ഉടച്ചെടുക്കാം. ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് ഉടക്കുമ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്തിട്ട് അതിന്റെ ബാക്ക് സൈഡിനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളെ കയ്യിൽ മാഷർ ഉണ്ടെങ്കിൽ മാഷർ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കാം കണ്ട. ഈ ഇങ്ങനെയുള്ള ഗ്ലാസിന്റെ ബാക്കിനെ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ പെട്ടെന്ന് ഇത് ഉടഞ്ഞു കിട്ടും കേട്ടോ. സ്പൂണിനെ കാട്ടി നല്ലത് ഇതുപോലെ ഗ്ലാസിന്റെ ബാക്ക് സൈഡ് സ്റ്റീലിന്റെ ഗ്ലാസ് എടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് കണ്ട. നമുക്കിത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പൊ ഇത് മുഴുവൻ ഉടച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. കട്ടിയെല്ലാം മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു നോക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കയ്യിൽ ഒരു ചെറിയ ഉരുളി ഇങ്ങനെ എടുക്കുക. ഉരുളി എടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഫീൽ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ നേരത്തെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടില്ലേ, ആ അരിപ്പൊടിയിനകത്തുനിന്ന് കുറച്ച് നമ്മൾ നല്ലോണം ഇത് ഒട്ടിപ്പിടിക്കുന്നതല്ല. അപ്പൊ നമുക്ക് ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന്റെ ഈ ഒട്ടിപ്പിടിക്കൽ ഇല്ലാണ്ടാവും. ഇത് അത്ര വലിയ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല, എന്നാലും ഞാൻ കുറച്ച്
ഇതിനകത്ത് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നമുക്കിങ്ങനെ ഒരു ഉണ്ടി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഫില്ലിങ് വെക്കേണ്ടത്. അപ്പം ഇത് ഇങ്ങനെ തിരിച്ചിങ്ങനെ കിട്ടണം. ഇപ്പൊ അത്യാവശ്യം കിട്ടുന്നുണ്ട്. എന്നാൽ നമുക്ക് കുറച്ച് അരിപ്പൊടി നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്ന് കുറച്ച് അരിപ്പൊടി ആദ്യം ഇട്ട് കൊടുത്ത് നോക്കാം. കൂടുതൽ ഇടണ്ട കേട്ടോ, കാരണം ആ ഒരു ഒട്ടിപ്പിടിക്കൽ മാറുകയേ വേണ്ടൂ. അപ്പോൾ ആദ്യം കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അരിപ്പൊടി എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ കേട്ടോ. അപ്പൊ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് അരിപ്പൊടി ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നത് ഇതിപ്പം കറക്റ്റ് ആയിട്ടുള്ള പാകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നമ്മളെ പഴം അങ്ങനെ അധികം കുഴഞ്ഞു പോയിട്ടില്ല അല്ലെ. അപ്പൊ ഈ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി മതിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഉരുളി ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കുക. എന്നിട്ടൊന്ന് പരത്തി കൊടുത്ത് നോക്കുക. അപ്പൊ കൈക്കൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്ത ആ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കറക്റ്റ് ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് കേട്ടാ, ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് നെയ്യ് നമ്മളെ കയ്യിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ കൈക്ക് നമുക്ക് അങ്ങനെ ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഇതിനി നന്നായിട്ട് ഈ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കൈക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കൂല. ആ പഴത്തിലേക്കും ആ നെയ്യിൻ്റെ ടേസ്റ്റ് ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് നെയ്യ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഉന്നക്കായയുടെ മാവ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉന്നക്കായയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഉന്നത്തിന്റെ കായ ഇല്ലേ, അതുകൊണ്ടാണ് ഇതിന് ആ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഉന്നക്കായ എന്നുള്ള പേര് വന്നിന് കേട്ടാ. ഉന്നത്തിന്റെ കായ അറിയോ? ആ ഒരു ഉന്നം എന്ന് പറഞ്ഞിട്ടൊരു ചെടിയില് നമ്മള് കിടക്കയിലും പണ്ട് കാലത്തെല്ലാം കിടക്കയിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പഞ്ഞി, ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആ ഉന്നത്തിന്റെ ഇത് കുരു പൊട്ടിയാല് ഇങ്ങനെ പറന്ന് കിടക്കും ആ പഞ്ഞിയെല്ലാം. പണ്ടത്തെ കാലത്തെല്ലാം കിടക്കയിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഉന്നത്തിന്റെ കായാണ് എടുക്കുക കേട്ടാ. അതിനകത്ത് നിറയെ കുരുകളുണ്ടാവും. ആ കുരു ഇങ്ങനെ കടഞ്ഞെടുത്തിട്ട് ആണ് കിടക്കലുണ്ടാക്കുക. പണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മമ്മയെല്ലാം ഉണ്ടാക്കിയലുണ്ട് അങ്ങനെ കിടക്ക. അപ്പോ ഇതുപോലെ ആ ഒരു ഉന്നത്തിന്റെ കായയുടെ ഷേപ്പിലേക്ക് നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഇതിന് ഉന്നക്കായ എന്ന് പേര് വന്നിന്. അപ്പൊ ഇവിടെ കൂട്ടിയിട റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇതിന്റെ ആ കൂട്ടിവിടെ ഉന്നക്കായ ആക്കേണ്ട കൂട്ടിവിടെ റെഡിയാണ്. അതിലേക്ക് നരിക്കേണ്ട ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഉന്നക്കായ ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് വെക്കാനുള്ള ഒരു പാത്രം ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കുക. എത്ര സൈസ് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാനിവിടെ ഒരു ചെറിയ ചെറിയ ടൈപ്പ് ഉന്നക്കായ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു ചെറിയൊരു പോർഷൻ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ പരത്തിയെടുക്കുക കയ്യിൽ വെച്ചിട്ട് തന്നെ കേട്ടോ. കണ്ടാ, ഈ ഒരു ഷേപ്പിൽ കിട്ടിയില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചെടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ട. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ കൂട്ടി കൂട്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് ആകുന്ന വിധത്തിൽ ഫില്ലിങ്ങിനെ മാറ്റുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആകുന്ന വിധത്തിൽ ഇങ്ങനെയൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. കണ്ട.
അധികം ഫില്ലിങ് വെക്കണ്ട കേട്ടാ, ഇത് കുറച്ച് കൂടിപ്പോയി. അപ്പം നമുക്കിങ്ങനെ കിട്ടിയില്ലേ, എല്ലാം മൊത്തത്തിൽ സീലാക്കുക. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കൈൻ്റെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വെക്കുക. നമ്മളിങ്ങനെ തോന്നുന്നത് പോലെ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മളെ കൈൻ്റെ ഉള്ളിൽ നിന്ന് മോൾഡായിട്ട് വരും. ഇങ്ങനെയാണ് ഉന്നത്തിന്റെ കായ ഉണ്ടാവുക. എന്താ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടൂല കേട്ടോ, എനിക്ക് അങ്ങനെ ഈ ഒരു ഷേപ്പിൽ എൻ്റെത് എപ്പോൾ ചെയ്താലും വരുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ചെയ്യുന്നവരെല്ലാം ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ നമുക്കത് സ്ഥിരം ചെയ്യുന്നവർക്ക് നല്ല പ്രാക്ടീസ് ആയിരിക്കും. നമ്മളെല്ലാം എപ്പോഴെങ്കിലല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ എടുക്കുക. കണ്ട, ഇതാണ് ഉന്നക്കായ. ഉന്നത്തിന്റെ കായും ഞാൻ പറഞ്ഞ ആ മരമില്ലേ ഉന്നം നന്ന, ആ മരത്തിന്റെ കായും ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. കണ്ടാ, നല്ല ഭംഗിയില്ലേ? ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പൊ ഇതിനെ ഫസ്റ്റ് ആക്കിയതിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. കുറച്ച് മാവ് ആദ്യം എടുക്കുക. ഇതുപോലെ നമുക്ക് ഒരു ബോൾ ആദ്യം ആക്കുക. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തടി കൊടുത്താൽ കൈക്ക് ഒട്ടിപ്പിടിക്കൂല കേട്ടോ. അധികം അരിപ്പൊടി ഇട്ടിട്ട് കുഴക്കാൻ നിൽക്കണ്ട, കാരണം അങ്ങനെ കുഴച്ചെടുക്കുമ്പം ഈ പഴത്തിന്റെ ടേസ്റ്റ് കുറഞ്ഞിട്ടും അരിപ്പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പൊ ആ ഉന്നക്കായന്റെ ആ തനതായ ടേസ്റ്റ് കിട്ടൂല. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിങ്ങനെ പരന്നു വരും കേട്ടോ. കണ്ടോ? ഇനി നമുക്ക് ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. കാണുമ്പോൾ നമുക്ക് ഈസി പോലെ തോന്നും, പക്ഷെങ്കിൽ ഇത് കുറച്ചൊരു ട്രിക്കിയാണ് കേട്ടോ. ഫില്ലിങ് കൂടാണ്ട് നിന്നാൽ മതി. ഫില്ലിങ് കൂടുമ്പോൾ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഫില്ലിങ് കൂടുതലാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുക. റോൾ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടും. കണ്ടാ, റോൾ ചെയ്ത് എടുക്കും. കണ്ടാ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അപ്പൊ നമ്മളെ രണ്ടാമത്തെ ഉന്നക്കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടാ, അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാ ഉന്നക്കായും ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനെടുത്ത ആ 4 പഴത്തിന്റെ അളവില് എനിക്ക് ഒരു 8 ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ട, ഇപ്പൊ ഏകദേശം ഒരു ഷേപ്പൊക്കെ ഇല്ലേ ഉന്നക്കായയുടെ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാൻ നല്ല രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ. ഇങ്ങനെ പിടിച്ചെടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് നന്നായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ഉന്നക്കായ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. കാരണം നല്ലോണം ചൂടിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉന്നക്കായയുടെ പുറം കരിഞ്ഞു പോകും. ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടണം. അപ്പൊ ഞാനിവിടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഉന്നക്കായയിൽ നിന്ന് ഒരു ഉന്നക്കായ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യത്തെ ഉന്നക്കായ ഓയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഓയിലിൽ ഇടുന്ന സമയത്ത് ഓയിലിന് അത്യാവശ്യം ചൂടുണ്ടാകണം കേട്ടോ. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ഉന്നക്കായ ഓയിലിൽ നിന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിതിങ്ങനെ തിരിച്ചിട്ടിട്ട് എല്ലാ ഭാഗത്തും ഒരേ ഇതായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉന്നക്കായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തപ്പാടെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മൂവ് ചെയ്യാൻ പാടില്ല, കാരണം അതിൻ്റെ
പുറം തോല് ഇളകിപ്പോകും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാന്ന് വെച്ചിട്ടാണ്. ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് വാങ്ങാം കേട്ടോ. അധികം ആയിപ്പോണ്ട, അധികം ആയാലും ഒരു കരിഞ്ഞതുപോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ ഉന്നക്കായ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റണം കേട്ടോ. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തത് കുറച്ചധികം ഇരുന്ന് മൂപ്പായി പോയിന്. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഉന്നക്കായും ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുത്തപ്പാട് അത് നമുക്ക് ഇങ്ങനെയൊന്ന് മുകളിലേക്ക്, ഇതിന്റെ മുകളിലേക്ക് കുറച്ചിങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമുക്കത് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇതെല്ലാം ഓൾറെഡി കുക്ക്ഡ് ആണ്, അധികം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഇത് ഇങ്ങനെ എണ്ണയൊന്നും പിടിക്കുന്ന ഒരു പലഹാരമല്ല കേട്ടോ. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കാത്തവര് ഒന്ന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ മലബാറുകാരുടെ ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഞാൻ അറ്റ് എ ടൈം രണ്ടെണ്ണം ഇട്ട് കൊടുക്കാത്തത്, ഇങ്ങനെ നമുക്കിങ്ങനെ റോൾ ചെയ്ത് എടുക്കാൻ പറ്റൂല രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ഉന്നക്കായും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ? ഈ ഒരു കളറ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോരി മാറ്റണം കേട്ടോ. കുറച്ചും കൂടി ഇരുന്നാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, പുറം ഭാഗം കരിഞ്ഞതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ഉന്നക്കായും റെഡി ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മലബാറിലെ ഫേമസ് ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരളവിൽ എനിക്ക് 8 ഉന്നക്കായ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉന്നക്കായ ഉണ്ടാക്കാത്തവര് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.